ജൂലൈ 2006 സമയം ഏകദേശം പുലർച്ചെ 2:30. കാലിഫോർണിയയിലെ മാലിബു തീരദേശ ഹൈവേയിലൂടെ ഒരു കാർ ചീറിപ്പാഞ്ഞു പോകുന്നു. ഈ കാർ ലോസ് ഏഞ്ചൽസ് കൗണ്ടി ഷെരീഫായ ജെയിംസ് മീയുടെ ശ്രദ്ധയിൽപ്പെട്ടു. 87 km/h പോയിക്കൊണ്ടിരുന്ന വണ്ടി ജെയിംസ് തടഞ്ഞു. ഡ്രൈവർ മദ്യലഹരിയിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തം. കാറിൽ നിന്ന് ഒരു ഒഴിഞ്ഞ ടെക്കീല ബോട്ടിലും പോലീസ് കണ്ടെത്തി. പ്രോട്ടോകോൾ പ്രകാരം നിയമവശങ്ങൾ വിശദീകരിച്ച് കാറിൽ നിന്ന് അയാളെ ഇറക്കാൻ ജെയിംസും സംഘവും ശ്രമിച്ചു. ഡ്രൈവർ ക്ഷുഭിതനായി. നിങ്ങൾ ജൂതനാണോ എന്ന് ചോദിച്ച് തട്ടിക്കയറി. യൂതന്മാരാണ് എല്ലാ യുദ്ധങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞ അയാൾ അഭിമാനത്തോടെ താൻ ആരാണെന്നും വിളിച്ചുകൂടി. മെൽ ഗിബ്സൺ. അതെ, ലോകപ്രശസ്തനായ സംവിധായകനും നടനുമായ മെൽ ഗിബ്സൺ തന്നെ. ജനുവരി 3 ന്യൂയോർക്കിലെ പീക്സ്കില്ലിൽ ഹട്ടൺ ഗിബ്സന്റെയും ആൻ റീലിയുടെയും 11 മക്കളിൽ 6ാമനായാണ് മെൽ കൊളംകിൽ ജെറാഡ് ഗിബ്സന്റെ ജനനം. മെല്ലിന് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ റെയിൽ റോഡ് ബ്രേക്ക്മാൻ ആയ പിതാവ് ഒരു TV ഷോ ജേതാവാകുന്നു. ഈ പരിപാടിയിൽ നിന്ന് കിട്ടിയ സമ്മാന തുകയുമായി ഹട്ടൺ തന്റെ കുടുംബത്തെ ഓസ്ട്രേലിയയിലേക്ക് മാറ്റി. വിയറ്റ്നാം യുദ്ധത്തിനായി US ആർമിയിലേക്ക് യുവാക്കൾ കൂട്ടമായി ഒഴുകുന്ന സമയമാണ്. തന്റെ മക്കൾ സൈന്യത്തിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാൻ കൂടിയായിരുന്നു ഈ മാറ്റം. പുതിയ ഇടം മെല്ലിന്റെ സംസാരത്തിന് ഒരു ഓസ്ട്രേലിയൻ ശൈലി സമ്മാനിച്ചു. ഓസ്ട്രേലിയയിലെ സെന്റ് ലിയോസ് കോളേജിലും ആസ്ക്വിത് ബോയ്സ് ഹൈസ്കൂളിലുമായിട്ടാണ് മെൽ ഗിബ്സന്റെ വിദ്യാഭ്യാസം. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തനിക്ക് പറ്റിയ ഒരു ജോലി കണ്ടെത്താൻ അവൻ നന്നേ കഷ്ടപ്പെട്ടു. ഒരു പുരോഹിതനോ പത്രപ്രവർത്തകനോ ആകാനായിരുന്നു ആലോചന. എന്നാൽ അതുണ്ടായില്ല. ഈ സമയത്ത് എപ്പോഴോ ആണ് മെൽ മദ്യം സേവിച്ചു തുടങ്ങുന്നത്. പതിയെ അതൊരു ശീലമായി മാറി. ഒടുവിൽ മെല്ലിന്റെ പേരിൽ സഹോദരി സിഡ്നിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രാമാറ്റിക് ആർട്ടിൽ ഒരു അപേക്ഷ സമർപ്പിച്ചു. ഗിബ്സൺ ആ സ്കൂളിലെ അഭിനയ പരിശീലന പരിപാടിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. താമസം വീട്ടിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പമായി. ഒരു നാണം കുണുങ്ങിയായിരുന്ന ഗിബ്സണെ അടിമുടി മാറ്റുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നാടകാഭിനയമാണ്. 1977 കോഴ്സ് പൂർത്തിയാക്കിയ മെൽ നിരവധി ചെറിയ ടെലിവിഷൻ ഷോകളിലും നാടകങ്ങളിലും മുഖം കാണിച്ചു. 1977 പുറത്തിറങ്ങിയ സമ്മർ സിറ്റി എന്ന ഓസ്ട്രേലിയൻ ലോ ബഡ്ജറ്റ് ചിത്രത്തിലൂടെയാണ് നടനായി അരങ്ങേറുന്നത്. എന്നാൽ 1979 ജോർജ് മില്ലറുടെ സയൻസ് ഫിക്ഷൻ ചിത്രമായ മാഡ് മാക്സ് എന്ന സിനിമയിലെ നായക വേഷമാണ് ആ നടന്റെ ജീവിതം മാറ്റിമറിക്കുന്നത്. പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് ഓസ്ട്രേലിയയിലെ അതിജീവനത്തിനായി പോരാടുന്ന മാക്സ് റോക്കറ്റാൻസ്കി എന്ന കഥാപാത്രം മെൽ ഗിബ്സനെ നാഷണൽ സെൻസേഷനാക്കി മാറ്റി. അതേ വർഷം ടിം എന്ന സിനിമയിലെ അഭിനയത്തിന് ഓസ്ട്രേലിയൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മികച്ച നടനുള്ള അവാർഡും ലഭിച്ചു. 1981 മാഡ് മാക്സ് 2 ദ റോഡ് വാരിയർ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടെ മെൽ ഗിബ്സൺ എന്ന പേര് ഹോളിവുഡിന്റെ ശ്രദ്ധയിലും പെട്ടു. ആന്റണി ഹോപ്കിൻസ്, ഡാനിയൽ ഡേ ലൂയിസ് എന്നിവർക്കൊപ്പം ദ ബൗണ്ടി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ മദ്യപാനം ഗിബ്സന്റെ കരിയറിനെ ബാധിച്ചു തുടങ്ങിയിരുന്നു. സഹപ്രവർത്തകരുമായി പലപ്പോഴും ഉരസി. ഒടുവിൽ 1983 കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് അറസ്റ്റിലായി. വൈകാതെ അമേരിക്കയിലേക്ക് താമസം മാറിയ ഗിബ്സനെ തേടി ലീതൽ വെപ്പൺ എന്ന ജാക്ക് പോട്ട് എത്തുന്നത് 87 ഈ സിനിമ മെൽ ഗിബ്സനെ ആക്ഷൻ സ്റ്റാർ ആക്കി. 90കൾ ഗിബ്സന്റെ വർഷങ്ങളായിരുന്നു. ഹാംലെറ്റ്, ഫോറെവർ യങ് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതിനിടെയാണ് അടുത്ത വിവാദം. സ്പാനിഷ് പത്രമായ എൽ പൈസിനോട് സംസാരിക്കവേ സ്വർഗാനുരാഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഗിബ്സൺ അത്യന്തം അധിക്ഷേപകരമായ മറുപടിയാണ് നൽകിയത്. ഈ പരാമർശങ്ങൾക്കെതിരെ LGBTQ+ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. എന്നെ കണ്ടാൽ ഒരു സ്വർഗാനുരാഗിയെ പോലെയുണ്ടോ? ഞാൻ അവരെ പോലെയാണോ സംസാരിക്കുന്നത്? അവരെ പോലെയാണോ ഞാൻ ചലിക്കുന്നത്? എന്നിങ്ങനെ പോയി ഗിബ്സന്റെ മറുപടി. ഈ പരാമർശത്തിന്റെ പേരിൽ താൻ ഒരിക്കലും മാപ്പ് പറയില്ലെന്നും നടൻ വ്യക്തമാക്കി. 1993 മെൽ ഗിബ്സൺ സംവിധായകന്റെ കുപ്പായം അണിയുന്നത്. ദ മാൻ വിത്തൗട്ട് എ ഫേസ്. ഇസബേൽ ഹോളണ്ടിന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചത്. ക്ലാസിക്കൽ സ്റ്റോറി ടെല്ലിംഗ് ഗിബ്സന്റെ കൈവശം ഭദ്രമായിരുന്നു. വികൃതമായ മുഖമുള്ള ഏകാഗിയായ ജസ്റ്റിൻ മക്ലിയോഡ് എന്ന അധ്യാപകനും ജീവിതത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ട ചക്ക് എന്ന കൗമാരക്കാരനും തമ്മിലുള്ള അസാധാരണമായ സൗഹൃദമാണ് സിനിമയുടെ കാതൽ. ഒരാളുടെ ബാഹ്യരൂപം കണ്ട് അയാളെ വിലയിരുത്തുന്ന സമൂഹത്തിന്റെ രീതിയെ സിനിമ വിമർശിച്ചു. മെൽ ഗിബ്സൺ തന്നെയാണ് ജസ്റ്റിൻ മക്ലിയോഡായത്. പിന്നെ അങ്ങോട്ട് അഭിനയത്തിനൊപ്പം 5 ചിത്രങ്ങൾ കൂടി മെൽ ഗിബ്സൺ സംവിധാനം ചെയ്തു. അതിനിടയിലും വിവാദങ്ങൾക്ക് പഞ്ഞമുണ്ടായിരുന്നില്ല. 1995 മെൽ ഗിബ്സന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് സംഭവിക്കുന്നത്. ബ്രേവ് ഹാർട്ട്, ഒരു ഹിസ്റ്റോറിക്കൽ എപ്പിക് ഡ്രാമ. 13ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിന്റെ സ്വാതന്ത്ര്യത്തിനായി ഇംഗ്ലണ്ടിനെതിരെ പോരാടിയ വില്യം വാലസിന്റെ കഥയാണ് സിനിമ പറഞ്ഞത്. അവർ നമ്മുടെ ജീവൻ എടുത്തേക്കാം, പക്ഷെ അവർ ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യം എടുക്കില്ല എന്ന വാലസിന്റെ ഡയലോഗ് ലോക പ്രശസ്തമാണ്. ആയിരക്കണക്കിന് സൈനികരെ ഉപയോഗിച്ച് ചിത്രീകരിച്ച യുദ്ധരംഗങ്ങൾ സിനിമയെ അവിസ്മരണീയമാക്കി. ഒപ്പം അച്ഛൻ മകൻ, കാമുകി കാമുകൻ ബന്ധങ്ങളിലെ വൈകാരിക മുഹൂർത്തങ്ങൾ കൂടിയായപ്പോൾ ബ്രേവ് ഹാർട്ട് കാണികളുടെ ഫേവറേറ്റ് ആയി.
സ്ലോ മോഷനും ക്ലോസപ്പ് ഷോട്ടുകളും ഉപയോഗിച്ച് യുദ്ധത്തിന്റെ ക്രൂരതയും ആവേശവും സമന്വയിപ്പിച്ച ഗിബ്സന്റെ സംവിധാന ശൈലിയും പ്രശംസിക്കപ്പെട്ടു. അതേസമയം സിനിമയിൽ എഡ്വേർഡ് രണ്ടാമനെ ചിത്രീകരിച്ച രീതിയെ സ്വർഗാനുരാഗികളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനകൾ വിമർശിച്ചു. ആ കഥാപാത്രത്തെ സ്വർഗാനുരാഗികളെ പരിഹസിക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ആരോപണം ഉയർന്നു. സിനിമയ്ക്കെതിരെ പ്രതിഷേധങ്ങളുണ്ടായി. പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മെൽ ഗിബ്സൺ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. 2004 പുറത്തിറങ്ങിയ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് വലിയ വിവാദങ്ങൾക്ക് കാരണമായി ഈ സിനിമ. സിനിമയ്ക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം അത് ജൂതവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതായിരുന്നു. യേശു ക്രൂശിതനാകാൻ കാരണം ജൂതന്മാർ മാത്രമാണെന്നും സിനിമയിലെ ചില കഥാപാത്രങ്ങളുടെ ചിത്രീകരണം ജൂതന്മാരോടുള്ള മുൻവിധി ഉണ്ടാക്കുന്നതാണെന്നുമായിരുന്നു ആരോപണം. സിനിമ കാണുമ്പോൾ അത് അങ്ങനെ തന്നെയാണെന്ന് വേണം പറയാൻ. സംവിധായകന്റെ മുൻവിധികൾ കഥയിലേക്ക് കടക്കുകയായിരുന്നു. ഈ സിനിമ ബൈബിളിനെ ആസ്പദമാക്കിയാണെന്ന് അവകാശപ്പെടുമ്പോഴും ചില രംഗങ്ങൾ കത്തോലിക്ക സന്യാസിനിയായ ആനി കാതറിൻ എമ്മർച്ചിന്റെ ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. യേശുവിന്റെ യാതനകളുടെ ഡീറ്റെയിലിംഗിന്റെ ഉറവിടം അതാണ്. ഇത് പരോക്ഷമായി സംവിധായകൻ സമ്മതിച്ചിട്ടുമുണ്ട്. ഈ സിനിമ പൂർണ്ണമായും അരാമിക്, ലാറ്റിൻ, ഹീബ്രു ഭാഷകളിലാണ് ചിത്രീകരിച്ചത്. സബ് ടൈറ്റിലുകൾ ഇല്ലാതെ സിനിമ റിലീസ് ചെയ്യാനായിരുന്നു ഗിബ്സന്റെ ആദ്യ തീരുമാനം. എന്നാൽ പിന്നീട് അത് മാറ്റി. പുരാതന ഭാഷകൾ ഉപയോഗിച്ചത് സിനിമയ്ക്ക് വിശ്വാസ്യത നൽകിയെങ്കിലും സാധാരണ പ്രേക്ഷകർക്ക് അത് ബുദ്ധിമുട്ടായി. പക്ഷേ $600 മില്യൺ ഈ ചിത്രം ആഗോളതലത്തിൽ കളക്ട് ചെയ്തത്. മായൻ നാഗരികതയുടെ പശ്ചാത്തലത്തിൽ മെൽ ഗിബ്സൺ ഒരുക്കിയ അപ്പോകലിപ്റ്റോ 2006 റിലീസാകുന്നത്. അക്ഷരാർത്ഥത്തിൽ വന്യമായ സൗന്ദര്യം ഉൾക്കൊണ്ട ചിത്രം. യുക്കാറ്റക് മായൻ എന്ന പ്രാദേശിക ഭാഷയാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്വാസം അടക്കിപ്പിടിച്ചു മാത്രമേ ഈ സിനിമ കണ്ടു തീർക്കാൻ സാധിക്കൂ. ഒരു നീണ്ട വേട്ടയാടൽ പോലെയാണ് ഈ ചിത്രം ഗിബ്സൺ ആവിഷ്കരിച്ചിരിക്കുന്നത്. ടീം സെമിലറുടെ ക്യാമറ കാടിന്റെ വന്യതയും മായൻ നഗരങ്ങളുടെ പ്രൗഢിയും ഭയാനകതയും ഒരേപോലെ പകർത്തി. എന്നാൽ സിനിമ മായൻ ജനതയെ വെറും രക്തദാഹികളും ക്രൂരന്മാരുമായി ചിത്രീകരിച്ചു എന്ന് ചില ചരിത്രകാരന്മാർ ആരോപിച്ചു. അവരുടെ നാഗരികതയിലെ ശാസ്ത്രീയ മുന്നേറ്റങ്ങളെ സിനിമ അവഗണിച്ചതായി ഈ വിഷയം പഠിച്ചവർ ചൂണ്ടിക്കാട്ടി. സിനിമയുടെ അവസാനം സ്പാനിഷ് കപ്പലുകൾ തീരത്തെത്തുന്നതായി കാണാം. ഈ സീൻ വലിയ തോതിൽ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി. ചില നിരൂപകർ ഈ രംഗത്തെ ക്രൈസ്തവ മിഷണറിമാരുടെ വരവായിട്ടാണ് കാണുന്നത്. മായന്മാരുടെ ക്രൂരമായ ആചാരക്രമത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ എത്തിയവരാണ് യൂറോപ്യന്മാർ എന്നൊരു സന്ദേശം ഗിബ്സൺ നൽകാൻ ശ്രമിച്ചുവെന്നായിരുന്നു ഇവരുടെ നിരീക്ഷണം. എന്നാൽ ഇവരെയും വേട്ടക്കാരായി തന്നെയാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നതെന്നാണ് മറുപക്ഷം. അപ്പോകലിപ്റ്റോ ഇറങ്ങിയ ഇതേ വർഷമാണ് കാലിഫോർണിയയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് മെൽ ഗിബ്സൺ വീണ്ടും അറസ്റ്റിലാകുന്നത്. അറസ്റ്റിനിടയിൽ നടത്തിയ ജൂതവിരുദ്ധ പരാമർശങ്ങൾ ഗിബ്സന്റെ കരിയറിനെ തകർച്ചയുടെ വക്കിലെത്തിച്ചു. എന്നാൽ സുഹൃത്തായ റോബർട്ട് ഡൗണി ജൂനിയർ ഗിബ്സനെ പിന്തുണച്ചു. മറ്റൊരു അവസരം കൂടി നൽകണമെന്ന് സിനിമാ ലോകത്തോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഹോളിവുഡ് മെൽ ഗിബ്സണിൽ നിന്ന് അകലം പാലിച്ചു. 2010 ജനുവരിയിൽ എഡ്ജ് ഓഫ് ഡാർക്ക്നെസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ഗിബ്സൺ സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. അതേ വർഷം ജൂലൈയിൽ അടുത്ത വിവാദം. മുൻ കാമുകിയും റഷ്യൻ ഗായികയുമായ ഒക്സാന ഗ്രിഗോറിയേവയുമായി നടത്തിയ സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പുകൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ക്ലിപ്പിൽ ഗിബ്സൺ അതീവ പ്രകോപിതനായി സംസാരിക്കുന്നതും ഒക്സാനയ്ക്കെതിരെ അശ്ലീല പദപ്രയോഗങ്ങളും വംശീയമായ അധിക്ഷേപങ്ങളും നടത്തുന്നതായി കേൾക്കാം. ഇതോടെ ടാലന്റ് ഏജൻസിയായ വില്യം മോറിസ് എൻഡവർ ഗിബ്സണുമായുള്ള കരാർ അവസാനിപ്പിച്ചു. പിന്നാലെ 2011 ഗാർഹിക പീഡന കേസിൽ കോടതി മുൻപാകെ താരം കുറ്റം സമ്മതിച്ചു. 3 വർഷത്തെ പ്രൊബേഷനും കൗൺസിലിംഗുമാണ് കേസിൽ ശിക്ഷയായി ലഭിച്ചത്. ഈ കോലാഹലങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങി 6 വർഷം കഴിഞ്ഞപ്പോഴാണ് അടുത്ത മെൽ ഗിബ്സൺ സിനിമ സംഭവിക്കുന്നത്. ഹാക്സോ റിഡ്ജ്. അമേരിക്കൻ ആർമി കോർപ്പറലായ ഡെസ്മണ്ട് ഡോസിന്റെ ജീവിതകഥ. 2ാം ലോക മഹായുദ്ധത്തിലെ രക്തരൂക്ഷിതമായ അധ്യായങ്ങളിലൊന്നായ ബാറ്റിൽ ഓഫ് ഒക്കിനാവയാണ് സിനിമയുടെ പശ്ചാത്തലം. ആയുധം തൊടില്ലെന്ന് പ്രതിജ്ഞയെടുത്ത ഡെസ്മണ്ട് എങ്ങനെയാണ് അനേകം ജീവനുകളുടെ രക്ഷകനാകുന്നതെന്ന് സിനിമ കാട്ടിത്തന്നു. ഒരു വെടിയുണ്ട പോലും മുതിർക്കാതെ 75 സഹപ്രവർത്തകരുടെ ജീവനാണ് അയാൾ രക്ഷിക്കുന്നത്. ഈ കഥ ഒട്ടും തീവ്രത ചോരാതെ ഗിബ്സൺ അവതരിപ്പിച്ചു. മികച്ച എഡിറ്റിംഗിനും സൗണ്ട് മിക്സിങ്ങിനുമുള്ള 2 ഓസ്കാർ അവാർഡുകൾ ഈ ചിത്രം നേടി. 10 മിനിറ്റ് സ്റ്റാൻഡിംഗ് ഒവേഷനാണ് സിനിമയ്ക്ക് വെനീസ് ചലച്ചിത്രമേളയിൽ ലഭിച്ചത്. എന്നാൽ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയുടെ കഥ പറയാൻ ഇത്രയധികം ഹിംസ കാണിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം സിനിമ ബാക്കി വെക്കുന്നുണ്ട്. പിന്നെ ജാപ്പനീസ് സൈനികരുടെ ചിത്രീകരണം. അമേരിക്കയ്ക്ക് വേണ്ടി പോരാടുന്ന സൈനികർ മനുഷ്യരും ജാപ്പനീസ് സൈനികർ രാക്ഷസ സമന്മാരുമാണ് സിനിമയിൽ. ഒരു ഹോളിവുഡ് യുദ്ധചിത്രത്തിൽ നിന്ന് മറിച്ച് പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. മാർക്ക് വാൾബർഗ് പ്രധാന വേഷത്തിലെത്തിയ ഫ്ലൈറ്റ് റിസ്ക് ആണ് മെൽ ഗിബ്സന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ അവസാന ചിത്രം. 2025 ഇറങ്ങിയ ഈ ചിത്രം കഥാപരമായും പരിചരണപരമായും തീർത്തും ദുർബലമാണ്. നിലവിൽ ദ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയുടെ 2ാം ഭാഗത്തിന്റെ തിരക്കുകളിലാണ് മെൽ ഗിബ്സൺ. റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. 2 ഭാഗങ്ങളായാണ് ഈ സിനിമ ഒരുങ്ങുന്നത് എന്നാണ് സൂചന. 2027 ആദ്യ ഭാഗം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് ഗിബ്സൺ ശ്രമിക്കുന്നത്. യേശുവിന്റെ ഉയർപ്പിനെ എങ്ങനെയാണ് മെൽ ഗിബ്സൺ കാണുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.
ആകെ മൊത്തത്തിൽ ഒരു വില്ലൻ പരിവേഷമുണ്ടെങ്കിലും ട്രംപിന്റെ അമേരിക്കയിൽ മെൽ ഗിബ്സൺ ഹീറോ ആണ്. ട്രംപ് അധികാരമേറ്റെടുത്തതിന് പിന്നാലെ ഹോളിവുഡിന്റെ അംബാസഡർമാരായി നിയമിച്ച 3 പേരിൽ ഒരാൾ ഗിബ്സൺ ആണ്. സിനിമാ വ്യവസായത്തിലെ ട്രംപിന്റെ കണ്ണും കാതും. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തനിക്ക് പരസ്യ പിന്തുണ നൽകിയ ഗിബ്സണു വേണ്ടി തന്റെ അധികാരം ഒന്ന് ദുരുപയോഗം ചെയ്യാനും ആശ്രിതവത്സലനായ US പ്രസിഡന്റ് മടിച്ചില്ല. 2011 ഗാർഹിക പീഡന കേസിനെ തുടർന്ന് ഗിബ്സൺ ആയുധങ്ങൾ കൈവശം വെക്കാനുള്ള അനുമതി നഷ്ടമായിരുന്നു. ഈ അവകാശം തിരികെ നൽകാൻ ശുപാർശ ചെയ്യാത്തതിന് ഒരു നീതിന്യായ വകുപ്പ് ഉദ്യോഗസ്ഥയെ തന്നെ ട്രംപ് നിഷ്കരണം പിരിച്ചുവിട്ടു. ഫ്രണ്ട്ഷിപ്പിന് ട്രംപ് നൽകുന്ന വില ലോക പ്രശസ്തമാണല്ലോ. മെൽ ഗിബ്സൺ ഒരു ആന്റി ഹീറോ ആണോ? അതിനുത്തരം വിവാദങ്ങൾ നിറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്, സിനിമകൾക്കുള്ളിലെ രാഷ്ട്രീയത്തിലുണ്ട്, നിലപാടുകളിലുണ്ട്.